ഒരു പെണ്ണ് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന 2 സമയം. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് 1 വർഷമാകുമ്പോഴേക്ക് ചോദിച്ചിട്ടുണ്ട്, എടങ്ങാറാക്കും അഥവാ ഒന്നുമില്ലെങ്കിൽ. രണ്ടാമത് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സമയം എന്ന് പറഞ്ഞത് ഒരു കുട്ടിയേക്ക് ജന്മം നൽകി ആ കുട്ടിയുടെ മുലകുടി മാറുന്നതിൻ്റെ മുമ്പ് അടുത്തത് പോസിറ്റീവായാൽ പിന്നുണ്ട് ഉള്ളിക്കൂടെ ഒരു കാളൽ. ചെക്ക് ചെയ്ത് നോക്കി, 2 വര വന്നു, പോസിറ്റീവാണ്. പൊടച്ചോനേന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു സാധനം കയറാനുണ്ട്. പിന്നെ ഓൾക്ക് പേടിയായി, ബേജാറായി, തിന്നാൻ വേണ്ട, ഉറക്കില്ല, ടെൻഷനായി, ആകെ പരാതിയായി. നമ്മളോട് വിളിച്ചു പറയുമ്പോ നമ്മൾ കുറെയൊക്കെ സമാധാനിപ്പിച്ചു നോക്കും. എവിടെ സമാധാനം ഒതുങ്ങുമോ? എല്ലായിടത്തുനിന്നും കിട്ടുന്നത് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം ജിങ്ങനെ നോക്കിയിട്ടല്ലേ ഓല് പറഞ്ഞ വർത്താനാട്ടോ. അപ്പുറത്തുള്ളോല് പ്രസവം കഴിഞ്ഞ് 90 ആവുമ്പോഴേക്ക് നിങ്ങളെ ഭാര്യന്റെ വീട്ടിലേക്ക് പോയി നോക്കിയാണി അമ്മായിമാനെ 3 കോലം വേറെ ആയിരിക്കും. ആണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ എന്തേ കാരണം? ഞാൻ അത്രേ പറഞ്ഞോളൂ, അത്രയ്ക്ക് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. പൊതു സഹസായി പോയി. ഒരു ഹാളിലാണെങ്കിൽ കുറച്ചുകൂടി പറയാണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടത് വേണം. പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓളെ മനസ്സിൽ പഠിച്ചവനെ കുടുങ്ങിയല്ലോ ഞാൻ എന്താ കാട്ടുക? ഓൾ അയലത്ത് പോയിട്ട് പറഞ്ഞത്, എടി ഞാൻ കുടുങ്ങിയെന്ന തോന്നുന്നു, എന്താ ചെയ്യാ എനിക്ക് അറിയണില്ല, ആകെ എൻ്റെ കയ്യും കാലൊക്കെ കുഴഞ്ഞു പോണ്. നമ്മളോ അങ്ങാടി പോയിട്ട്, എടാ പെട്ടുന്ന തോന്നുന്നു, കുടുങ്ങിയെന്ന തോന്നടാ, എടാ എന്താ ചെയ്യാ, എന്തെങ്കിലും വലിയ ഓപ്ഷൻ ഉണ്ടടാ, ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ, നമ്പർ ഉണ്ടോടാ എൻ്റെ അടുത്ത്, എടാ നീ അവിടെ പോയി നോക്ക്, ഇവിടെ പോയി നോക്ക്. കുറേ ഡോക്ടർമാരുടെ അടുത്ത് പോയി നോക്കും. ഓല് പറയും ഞങ്ങൾക്ക് കുട്ടികളെ കൊല്ലുന്ന പണിയല്ലേ, ജീവൻ ഒപ്പിക്കണ പണിയാണ്. അവസാനം അടച്ച് ഡോക്ടറെ അടുത്തേക്ക് ക്ലിനിക്ക് പോകണ്ടടാ, വീട്ടിലേക്ക് പോട്, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, സംഗതി റെഡിയാവും. എവിടത്തൊക്കെ നടന്നു നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം നമുക്ക് ഈമാൻകാര്യത്തിൽ 6ാമത്തതാണ് വിശ്വാസം വരും. അതുവരെ നമുക്ക് ഈമാൻകാര്യത്തിൽ 5 വിശ്വാസമുള്ളൂ. ഈമാൻകാര്യത്തിൽ 6ാമത്തത് എല്ലാം പടച്ചവനിൽ നിന്നാണല്ലോ, എന്നാലും പടച്ചവന്റെ കഥായല്ലേ, മനസ്സിലാവുണ്ടോ? നമ്മളൊക്കെ നടന്നിട്ട് എല്ലാ നിലക്കും പരാജയപ്പെട്ടാൽ പിന്നെ ഈമാൻകാര്യത്തിൽ 6ാമത്തത് ശരിയായിട്ടില്ലേ, പടച്ചവന്റെ തീരുമാനമല്ലേ, എന്നാ പിന്നെ അവിടെ സഹിക്കുക, 2 പേരോട് സഹിക്കും. ഒരു കാര്യം ആലോചിച്ചോളൂ, ഇന്ന് കേരളത്തിൽ ജനിച്ചു വരുന്ന മക്കളിൽ 90% ജനിപ്പിച്ച കുട്ടികളല്ല, ജനിച്ചു വന്ന കുട്ടികളാണ്. അത് 2ാമത്തതോ 3ാമത്തതോ ആയിരിക്കും. ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് 4 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കുട്ടികൾ ഇല്ലാതായി നോക്കണം, കുട്ടിന്റെ വില അറിയാൻ. നമുക്കിങ്ങനെ ഓഫറിൽ കിട്ടിയതുകൊണ്ട് അതിന്റെ വില അറിയില്ല. കുട്ടീന്റെ വില അറിയണമെങ്കിൽ ഇല്ലാതായി നോക്കണം. എത്ര ലക്ഷങ്ങളും നമ്മൾ ചെലവഴിക്കും. ഇനി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയാൽ മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ടെങ്കിലും, നമ്മുടെ വിശ്വാസം തകർത്തിട്ട് അവിടെ ചെന്നിട്ടെങ്കിലും അങ്ങനെയും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പോയി നോക്കും, പറഞ്ഞിട്ടിട്ട് നമ്മൾ പോകും. ഇങ്ങനൊക്കെ പോയിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ട് എന്നറിഞ്ഞപ്പോഴേക്ക് ആ കുട്ടിനെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നാണ് ഉമ്മയും ബാപ്പയും ചിന്തിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ആ കുട്ടിനെ കൊണ്ട് എന്തായാലും കുടുങ്ങും, ഭാവിയിൽ കുടുങ്ങും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി സ്റ്റേജ് ഇങ്ങനെ കയറി പോവാണ്. ഇനി ഉമ്മ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടി, ഒരു ഉമ്മ ഗർഭിണിയാകുന്ന സമയത്ത്, ഒരു മരുമകൾ ഗർഭിണിയാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഭാര്യക്ക്, ആ മരുമകൾക്ക് അവൾ താമസിക്കുന്ന വീട്ടിൽ സന്തോഷം കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭർത്താവിനാണ്. മാനസികമായ ശാരീരികമായ സന്തോഷം ആ വീട്ടിൽ നമ്മൾ ഒരുക്കി കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതിന് പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ ഉമ്മയെ മാറ്റണം, നമ്മുടെ പെങ്ങളെ മാറ്റണം. അവളുടെ അമ്മായിമ്മയെയും അവളുടെ നാത്തൂനെയും നമ്മളായിട്ട് അത് പറഞ്ഞ് റെഡിയാക്കി എടുക്കണം എന്ന്. ഒരു ആണിന്റെ ഉത്തരവാദിത്തമാണ് സ്വന്തം വീട്ടിൽ കഴിയുന്ന ഭാര്യയ്ക്ക് സന്തോഷമുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക എന്ന്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പ്രിയതമക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവളെ പ്രത്യേകിച്ച് നല്ല ഒരു വീട്ടിലേക്ക് മാറ്റും. വാദ്യോപകരണങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല തമാശകളും സന്തോഷം മാത്രം കിട്ടുന്ന ഇടത്തേക്ക് ആ സഹോദരിയെ മാറ്റും. എന്തിനു വേണ്ടിയിട്ടാ? ഈ രാജാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു രാജകുമാരന് ജന്മം നൽകണമെങ്കിൽ അതിനെ, ആ വിത്ത് വളർന്നു വരുന്ന ഭൂമിയിൽ സന്തോഷമുണ്ടായിരിക്കണം, നല്ല വിളവുകൾ ലഭിക്കണം, നല്ല വളങ്ങൾ ലഭിക്കണം, നല്ല പരിപാലനവും സ്നേഹം ലഭിക്കണം. ആ തലത്തിൽ നമ്മളെ വീട്ടിലും ആവണം,
ഇന്നോ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും മരിക്ക് സുഖം ഉണ്ടാവുമോ? മരുൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിലെ മരുമകൾക്ക് ഈ ഒരു സന്തോഷം അവസ്ഥ നമ്മൾ വീട്ടിൽ കൊടുക്കാറുണ്ടോ? ഇല്ലേ? പലപ്പോഴും നമ്മുടെ ഭാര്യമാരും അവരും ഫൈറ്റിലാണോ? അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ പെങ്ങന്മാരും അവരും ഫൈറ്റിലാണോ? അല്ലേ? അമ്മായിമ്മ മരുമകൾ പ്രശ്നം എന്ന് പറയുന്നത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. എത്ര കേസുകളാണ് നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നത്? വ്യാപകമായിട്ട് ഫാമിലി കൗൺസിലിംഗിൽ വരുന്ന കേസുകൾ. പലപ്പോഴും സ്ത്രീകൾക്ക് വരുന്ന മാറാത്ത തലവേദന, മാറാത്ത ഊരവേദന, മാറാത്ത പിരടി വേദന, മാറാത്ത കാലിന്റെ പൂറ്റുവേദന, ഇങ്ങനെ കുറെ വേദനയിട്ട് വരും. ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാ? സ്കാൻ ചെയ്താൽ ഉമ്മ അങ്ങക്കൊരു കുഴപ്പമില്ല, ബ്ലഡ് ചെക്ക് ചെയ്തു ഒരു പ്രശ്നമില്ലേ, തൊലി ചെക്ക് ചെയ്തു അതിനും കുഴപ്പമില്ല, എല്ല് ചെക്ക് ചെയ്തു അതിനും കുഴപ്പമില്ല, ഡോക്ടർമാർ നോക്കിയിട്ട് ഒരു കുഴപ്പം കാണില്ല, എന്നാൽ ആൾക്ക് നല്ല വേദന ഉണ്ട് താനും. മനസ്സിന്റെ സങ്കടം സപ്രസ് ചെയ്ത് ദാറ്റ് വിൽ സപ്രസ്, ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ ഔട്ട്കം. അത്രേ ഉള്ളൂ. സപ്രസ് ചെയ്ത് ഔട്ട്കം ആയിട്ട് പൊട്ടിത്തെറിക്കും, ഔട്ട് വേസ്റ്റ് ആകും. അതിങ്ങനെ പെയിൻ ആയിട്ട് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഇത്തരം അസുഖങ്ങളായിട്ട് ആ അസുഖം മാറി വരും. ഗുളിക കുടിച്ചാൽ മാറാത്ത അസുഖങ്ങൾ അതൊക്കെ. അതിന് ഗുളികല്ല കുടിക്കേണ്ടത്, മനസ്സിന് തെറാപ്പി ചെയ്തിട്ട് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കണം എന്ന തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പലരും ഇന്ന് കണ്ണീര് കുടിച്ച് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൃഹാന്തരങ്ങളിൽ. ആ തലത്തിലാണോ? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, തൻ്റെ കുട്ടി അല്ലെങ്കിൽ തൻ്റെ ആൺമകന്റെ, തൻ്റെ മകനിക്കുണ്ടായ കുട്ടി, തൻ്റെ പേരക്കുട്ടി സന്തോഷമുള്ള അവസ്ഥയിലേക്കല്ല പോവുക, വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക. ഉമ്മയുടെ പൊക്കിൾ കൊടിയും ഈ കുട്ടിയുടെ മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. ഉമ്മയുടെ മനസ്സും കുട്ടിയുടെ മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഉമ്മയുടെ മനസ്സിൽ കിട്ടുന്ന കൃത്യമായ സന്തോഷവും വികാരങ്ങളും വിചാരങ്ങളും ഈ കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ബക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ പ്രകാരം ഉമ്മ കഴിക്കുന്ന ഭക്ഷണം കുട്ടിയെ സ്വാധീനിക്കുന്ന പോലെ ഒരു ഉമ്മയുടെ ചിന്തയും കുട്ടിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം നമ്മൾ അവിടെ ഉണ്ടാക്കണം. ഞാൻ അമ്മായിമ്മ പ്രശ്നത്തിലേക്കും അമ്മശങ്ക പ്രശ്നത്തിലേക്കും ഇപ്പൊ കടക്കുന്നില്ല. അത് പറയണ്ടല്ലോ? പറയണോ? വേണ്ട, വളർത്തിലേക്ക് ഇങ്ങനെ പോവാം. നമുക്ക് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ചില നിൽക്കൂല, അരമണിക്കൂറിന് അതിനെ വേണ്ടിരും. അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. ഒരു കാര്യം ബേസിക്കിന് ആലോചിച്ചോളൂ. നമ്മളെ കുട്ടിക്ക്, നമ്മളെ ഭാര്യ പ്രസവിച്ച നമ്മളെ കുട്ടിക്ക് മുല കൊടുക്കൽ ഓൾക്ക് നിർബന്ധമില്ല, അതിന്റെ കടമ ഭർത്താവായ നമുക്കാണ് എന്ന്. ഓള് പറയാണ്, നിങ്ങളെ കുട്ടിക്ക് ഞാൻ മുല കൊടുക്കണമെങ്കിൽ മാസം 10,000 റുപ്യ തരണം എന്ന് പറഞ്ഞാൽ കൊടുത്തോളണമെന്ന്. ആണുങ്ങളെ മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? വല്ലാണ്ട് പറഞ്ഞാൽ കൊടുങ്ങൂല, എങ്ങനത്തെ പറയണ്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഉമ്മാനും ഉപ്പാനും നോക്കണ ഡ്യൂട്ടി ഓക്കല്ല, നമുക്കാണ് എന്ന്. ഓളെ ഡ്യൂട്ടി നമ്മളെ നോക്കലാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇശാനസ്കാരം കഴിഞ്ഞ് പരിക്കല്ലുമ്പോ, ലോഹർ നിസ്കാരം കഴിഞ്ഞ് പരിക്കല്ലുമ്പോ എന്താ ഉമ്മ പറയല്? നമ്മളെ ഭാര്യ എന്താ പറയല്? മോളെ വാപ്പ വന്നിങ്ങനെ ചോറ് വിളമ്പി കൊടുത്താളെ. ശരിയാണോ? ശരിയല്ലേ? ശരിയാണ്. വാപ്പ വന്നിട്ട് ചോറ് വിളമ്പി കൊടുത്താളെ. ചോറ് വിളമ്പി കൊടുക്കുന്ന ഡ്യൂട്ടി ഓക്കല്ലേ? ഓക്കല്ല, ഭാര്യക്കാണ്. നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യക്കാണ് നമുക്ക് ഭക്ഷണം തരേണ്ട കടമ, മരോൾക്കല്ല. മരോൾക്ക് ഉമ്മനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഓലെ മഹല് ഫലം കിട്ടിയാൽ അത് കിട്ടിയത് ലാഭമൊന്നും കൂട്ടിക്കോളൂ. ഇത് കട്ടൻ ചായ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് നമ്മൾക്ക് വീട്ടിൽ എത്തുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മളെ മുഖം കറക്കാണ്. ഓള് നീച്ചിട്ടില്ലല്ലേ? നമ്മളെ ഭാര്യ അവിടെ ഉണ്ടാവും. ഓൾക്കാണ് കടമ, മരോൾക്കല്ല നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തരേണ്ടത്. ആ മരോള് രാത്രി ഉറങ്ങിയിട്ടുണ്ടോ? കുട്ടി ഓളെ ഉറങ്ങാൻ അയച്ചിട്ടുണ്ടോ? ഓക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാവിലെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓളോട് പിന്നെ മുഖം കറുപ്പിച്ച് ചൂടാവുകയാണ്. എന്തൊരു വിരോധാഭാസം അത് ആലോചിക്കേ. പറയുകയാണെങ്കിൽ കുറേ അതുമായി ബന്ധപ്പെട്ട് പറയാനാണ്. ഞാൻ അതിലേക്ക് നിങ്ങൾ വേഗം വിഷയം മാറ്റണം, അതാ നല്ലത്.